മോർണിംഗ് ടാസ്ക് ആദ്യം വരുന്നത് അനിമോളാണ്. ഇത്രയും നാൾ ഇവിടെ നിന്നതിൽ നിങ്ങൾ ഒരാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോടൊരു സോറി പറയാനുള്ളത് ആരാണെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം എന്തെങ്കിലും ഒരു സപ്പോർട്ടോ എന്തെങ്കിലും ചെയ്ത ഒരാൾക്ക് നന്ദി പറയാനുള്ളതായിരുന്നു ടാസ്ക്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പേ ആരൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. കുറച്ച് പേരെയൊക്കെ എനിക്ക് അറിയാത്തവരായിരുന്നു. ഇവിടെ വരുമ്പോൾ ഫുൾ തമാശയൊക്കെ ആയിട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതൊരു വീടാണെന്നറിയാം. ഈ വീടിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയാം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ച് വന്നത്. പക്ഷേ ഒരു വഴക്കുണ്ടാക്കാനോ വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാറില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന 25 പേരുമായിട്ടും ഞാൻ വഴക്ക് കൂടേണ്ടി വന്നിട്ടുണ്ടെന്ന്. ലാസ്റ്റ് സാബുമാൻ വരെ ഞാനും സാബുമാനും കൂടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിതെല്ലാം മറന്നിട്ടാണ് പുറത്തോട്ട് പോകാൻ പോകുന്നത്. പിന്നെ ഇതെടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരോടും വഴക്കിട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ സോറി പറയുകയാണ്. പിന്നെ എനിക്ക് എടുത്ത് പറയാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത്, എനിക്കിപ്പോഴും ഒരു വിഷമം ഉള്ളതെന്ന് പറഞ്ഞാലത് ജേണി ചേച്ചിയുടെ കാര്യത്തിലാണ്. ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഹൈജീൻ്റെ കാര്യത്തിൽ. അതിൻ്റെ പേരിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. പേരിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. ഒന്നുമില്ലടി, എനിക്കൊരു വിഷമമില്ലെന്ന് പറഞ്ഞ് രേണു വരുന്നുണ്ട്. രേണു വന്ന് അനിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാനതൊക്കെ എപ്പോഴേ മറന്നടി എന്ന് പറയുന്നു. നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്ന് പറയുന്നു രേണു ചിരിച്ചുകൊണ്ട്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അതിന് ഞാൻ സോറി പറയുന്നു രേണു ചേച്ചിയോടെന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ അവിടെ നിന്നുണ്ട് പുതപ്പിൻ്റെ കാര്യത്തിൽ വല്ലതും പറയാനുണ്ട്. അനിമോൾ അതിന് മറുപടി ഒന്നും അനിമോൾ പറയുന്നില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതിൽ. അങ്ങനെ അത് രേണു ചേച്ചിയാണ്. പിന്നെ നന്ദി പറയുകയാണെങ്കിൽ ആദിലയും നൂറയാണ്. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴക്കിൻ്റെയൊക്കെ നമ്മളൊരു പ്രശ്നങ്ങളുണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ വരുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നൊരു സ്വഭാവം എനിക്കില്ല. അങ്ങോട്ട് പോയി ഒത്തീർപ്പാക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പിണങ്ങിപ്പോയാൽ ഞാൻ അങ്ങനെ അത് വിട്ടേക്കും. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ എനിക്കത് വേദന തന്നെയാണ്. പിന്നെ അവരുടെ അടുത്ത് എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് അറിയത്തില്ല. പിണക്കമാണെങ്കിൽ ഞാൻ പിണക്കം തന്നെ കാണിക്കും. പിന്നെ എന്തെങ്കിലും ടാസ്കോ ഗെയിമോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ അവരോട് മിണ്ടുന്നത്. തോന്നുന്നു ഞാനാണ് അങ്ങനെ ആരോടും മിണ്ടാത്തൊരാൾ. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും എന്നോട് ഇത്ര ദേഷ്യം. അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടേ അങ്ങനെയാണ്. അങ്ങോട്ട് പോയാൽ ആരടുത്തും മിണ്ടാറില്ല. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ എനിക്കറിയില്ല. എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും തിരിച്ചെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എന്നോട് വന്നു കഴിഞ്ഞപ്പോൾ ശക്തിയായിരുന്നു എൻ്റെ ഫ്രണ്ട്. ശക്തി ഉള്ളപ്പം തന്നെ എനിക്ക് ആദിലയും നൂറയും നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും എന്നാലും ഞാൻ മിണ്ടുന്നതിന് മുമ്പേ അവരാണ് എന്നോട് ഇപ്പോഴും മിണ്ടുന്നത്. എൻ്റെ കൂടെ സ്നേഹത്തിൽ നിൽക്കുന്നതും എന്തെങ്കിലും പ്രശ്നമൊക്കെ സംഭവിച്ചാൽ എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതും അവരാണ്. ആ 2 വ്യക്തികളോട് ഞാൻ കൂടുതൽ നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയാനാണെങ്കിൽ വേറെയും ടീംസ് ഉണ്ട്, ഒനിയിലേട്ടനും അബിയും. അങ്ങനെ അനിമോളുടെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.